എന്റെ തീരുമാനത്തിനനുസരിച്ച് അവള് പുറത്തു പോകും വരും. തടയാൻ ഇവിടെ ആർക്കും അധികാരമില്ല. മനസ്സിലായടോ? ഞാനും നീയും തമ്മിലുള്ള വൈരാഗ്യം മുതലെടുത്ത് ഇവളും ഇവളുടെ കുടുംബവും നിന്നെ പിടികൂടിയിരിക്കുക. കള്ളു കുണിച്ച് ബോധം കെട്ട് നടക്കുന്ന ഒരുത്തന് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇവളുടെ വാക്കുകൾ കേട്ട് ഒരുപാട് കാലം നീ എന്നെയും എന്റെ മക്കളെയും ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തില്ല. തിരിച്ചടിച്ചിരിക്കും ഈ പത്മ, നോക്കിക്കോ നീ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു സർ. ഇന്നലെ രാത്രി മുഴുവൻ സാറിന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ അവരെ വീടിനകത്ത് കയറ്റാൻ. എനിക്ക് വേണ്ടി സാർ അവരെ ഒന്നും ചെയ്യണ്ട. എന്നെ ദ്രോഹിക്കുന്നവര് ദ്രോഹിച്ചോട്ടെ. എന്റെ വേദന ഞാൻ സഹിച്ചോളാം. അതിന് സാറ് പ്രതികാരം ചെയ്യണ്ട. പാവം എന്റെ അച്ഛനെ കുറിച്ച് പോലും പറയുന്നത് എന്താണെന്നറിയോ? അത്രയും ഗതികെട്ടിട്ടാ എന്റെ അച്ഛൻ ഈ ഉമ്മറത്ത് വന്ന ആ വേഷത്തിൽ നിൽക്കുന്നത്. അച്ഛനും മോളും കൂടി കൊള്ളയടിക്കാനാണത്രേ. കൊള്ളയടിച്ച് കൂട്ടാനായിരുന്നെങ്കിലേ സുദേവനും മക്കളും ഇതിനേക്കാളും മുന്നേ എത്ര നന്നാവുമായിരുന്നു. ഇനി ഇങ്ങനെ ദ്രോഹിക്കല്ലേ സർ.